എന്തായി ആശുപത്രിയിലെ കാര്യങ്ങളൊക്കെ? ലക്ഷ്മി പ്രസവിച്ചു, പെൺകുഞ്ഞ്. ഇത് കേട്ടിട്ട് രണ്ടുപേരുടെയും മുഖത്ത് ഒരു സന്തോഷമില്ലല്ലോ. ഹേയ്, ഉണ്ട്. വീണ്ടും നീ ഒരു അമ്മയാവാൻ തയ്യാറെടുക്കുക. ഇനിയെങ്കിലും കുറച്ച് പക്വത കാണിക്കണം. അതെ, ഉണ്ണിയുടെ അച്ഛനെ കൊന്നത് പ്രതാപനാണെന്ന് ഉണ്ണി അറിഞ്ഞോ? അതേപ്പറ്റി ഒന്നും എനിക്കറിയില്ല. ഇവളുടെ അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്ത് എന്തിനാണെന്ന് അവൻ അന്വേഷിക്കുമല്ലോ. അപ്പോഴവൻ അതിന്റെ കാരണം അറിഞ്ഞോളും. ആശുപത്രിയിൽ നിന്ന് മോളെയും കൊണ്ട് ഇറങ്ങുമ്പോ ഞങ്ങള് കണ്ണനെ കണ്ടായിരുന്നു. കണ്ണ ചതിക്കല്ലേ എന്നൊക്കെ പറഞ്ഞതാ. പക്ഷെ ആ സമയത്ത് അവൻ രണ്ടും കൽപ്പിച്ചാന്ന് മനസ്സിലായി. പിന്നല്ലാതെ കണ്ണന്റെ കുഞ്ഞിനെ വയറ്റിലിട്ടോണ്ട് നടക്കുന്ന ഒരു അമ്മയാ ദേ ഇവള് തള്ളി താഴെയിട്ടത്. അത് കണ്ണൻ ക്ഷമിക്കൂന്ന് നിങ്ങൾ ആരും കരുതണ്ട. മോഹിനി, നീയൊന്നും പറഞ്ഞ കണ്ണൻ കേൾക്കാതിരിക്കുവോ? ഞാൻ പറയില്ല. അങ്ങനെ പറയാനുള്ള അർഹതയും എനിക്കില്ല. നിങ്ങൾക്കൊക്കെ നന്നാവാൻ ഒരുപാട് സമയമുണ്ടായിരുന്നു, എന്നിട്ട് നന്നായില്ല. ഇനി എന്ത് വിധിയുണ്ടായാലും അത് നിങ്ങളുടെയൊക്കെ കർമ്മഫലമാണെന്നങ്ങ് കരുതിക്കോ. മോളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. അതേപ്പറ്റി പോലും ചിന്തിക്കാതെയാ അവള് ഇത്രയും വലിയ വർത്താനമൊക്കെ പറഞ്ഞിട്ട് പോയത്. എനിക്കതിൽ പരാതിയൊന്നും ഇല്ല മുത്തശ്ശി. അല്ലെങ്കിലും അവർക്ക് ഒരു മോളല്ലേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് എന്ത് സംഭവിച്ചാലും എന്റെ കുഞ്ഞു പോയാലും അവർക്കാർക്കും ഒരു പ്രശ്നവുമില്ല. എന്നാലും അവള് പ്രസവിച്ചല്ലോ മോളെ. നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടില്ലല്ലോ. നമ്മൾ പ്രാർത്ഥിക്കാത്തതാ മുത്തശ്ശി നല്ലത്. നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും അതിന്റെ ഓപ്പോസിറ്റാ എല്ലാം സംഭവിക്കുന്നത്. അങ്ങനെ സംഭവിക്കാൻ വേണ്ടിട്ടേ ആ പോയവളും അവളുടെ മോളും കൂടെ എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട് മോളെ. ഓ, മാർക്കോയെ വിളിച്ച് വിവരം പറഞ്ഞപ്പോ അവന് ഭയങ്കര സന്തോഷമായി. ഇത്ര നേരം പ്രാർത്ഥനയിലായിരുന്നു എന്നാ പറഞ്ഞേ. ചെറുപ്പത്തിലെ ഗുണ്ടായസത്തിലൊക്കെ പോയെങ്കിലും നന്മയുള്ളവനാ മാർക്കോ. അവന് ഗുണ്ടേന്നൊരു പേര് വേണമെങ്കിലും ശരിക്കും അവനൊരു നല്ല മനുഷ്യനാ. ഗുണ്ടേന്നും കൊലയാളിന്നൊക്കെ വിളിക്കേണ്ടത് പ്രതാപനെയും പിന്നെ നമ്മുടെ അമ്മാവനെയും അതുപോലെ മേഘനെയൊക്കെയാ. പിന്നെ എന്റെ ആങ്ങളെയോ? അതെ, ആങ്ങളെയും അവന്റെ അമ്മയൊക്കെ ഈ പറഞ്ഞ പേരിന് അർഹരാ. അതുപോലെ തന്നെ കരുണയും അവളുടെ മുത്തശ്ശിയും. മഹിയെയും കുഞ്ഞിനെയും അതുപോലെ തന്നെ എന്നെയൊക്കെ നശിപ്പിക്കാൻ ഈ പറയുന്നവരൊക്കെ എന്തെല്ലാം ചെയ്തു. എന്നാ അതിന്റെയൊക്കെ അവസാനം അവർക്ക് ചെറുതായിട്ടെങ്കിലും ഒന്ന് ആശ്വസിക്കാൻ പറ്റിയോ? കണ്ണിട്ട് വീട്ടിലേക്ക് പൊക്കോ. ഞാനും മഞ്ജു ഇവിടെ ഉണ്ടല്ലോ. അവിടെ ചെന്നിട്ട് ലക്ഷ്മി പ്രസവിച്ചു എന്ന് ഉണ്ണിയോടും അവന്റെ അമ്മയോടും പറയും. ആ, പിന്നൊരു കാര്യം, നൂലുകെട്ട് കഴിഞ്ഞ് മഹിയും കുഞ്ഞിനെയും അങ്ങോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്ന് എല്ലാരും കൂടി ഒന്ന് ചർച്ച ചെയ്യണം. ആ ചർച്ചയില് നീ ഒരിക്കലും കൊണ്ടുപോകാൻ പറയില്ലല്ലോ. ഒരിക്കലും പറയില്ല. ഇപ്പൊ സ്റ്റെപ്പിൽ നിന്ന് തള്ളിയിട്ടത് മഹിയെയാ. നാളെ ആ കുഞ്ഞിനെ തള്ളിയിട്ടാലോ? ശരിയാ കണ്ണേട്ടാ, അതിനൊന്നും മടിയില്ലാത്തവരാ എന്റെ അമ്മയും ആങ്ങളെയൊക്കെ.